നാട്ടിന് അമ്മ ഇന്ത്യൻ പോസ്റ്റ് വഴിയിട്ട് ഒരു കൊറിയർ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് വഴി, സ്പീഡ് പോസ്റ്റ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. എന്താണ് നമുക്ക് കൊണ്ടുതരാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അത് പോയി നോക്കണേണ് എവിടെയാണ്. ഇതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. ഇവിടെ രസം കണ്ട ഈ നിൽക്കുന്ന മരങ്ങൾ കംപ്ലീറ്റ് കണിക്കൊന്നയാണ്. ഇത് കണിക്കൊന്നയാണ്, ഇത് കണിക്കൊന്നയാണ്. ഇവിടെ നിൽക്കുന്നത് കംപ്ലീറ്റ് കണിക്കൊന്നയാണ്. ഇത് ഇവിടുത്തെ പ്ലാസ പാർക്കാണ്, മുനിസിപ്പാലിറ്റിയുടെ ആണ്. പിന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെയാണ്. ഈ ദഗുപ്പാൻ്റെ തന്നെ എന്താണ് പറയാ, ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് കംപ്ലീറ്റ് ഇവിടെ വെച്ചാണ്. അതാണ് ഫിലിപ്പീനി പോസ്റ്റ്. നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് കാണുന്നത് ഫിലിപ്പീൻസിലെ. ചെറിയ ചെറിയ കച്ച. What is this, Pa? Rice cake. Rice cake. Okay. I like this. Okay. How much? 35 each. 35. Okay. Thank you. ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഇപ്പം പോസ്റ്റ് ഓഫീസ് നമുക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സൈഡിലൊരു വഴിയുണ്ട്, പോസ്റ്റൽ ഐ ഡി ദീസ് വേ. ഇതിലൂടെ കയറി എന്തൊരു ഗുഹമാരി ഉണ്ടല്ലോ. Hi, sir. Do you have a person? Huh? Do you have a person? Yes. Did you receive a text? No, because the number is wrong. So that's why I give the one letter of. Is you talking the wrong number? Wait, love. It's already here, right, Paul? That's why I give my contact number. I think it's you, right, Paul? I'm not take. This one? Yes. You need Yes. to pay 112 for postal handling charge. I'm not. They sent me a Gcash. Okay, you give me the Gcash number. Okay. ഇതാണ് പാർസൽ. One ID? Yes. Yes. Okay. The 100 peso for ma'am. Why, ma'am? Because For the postal handling charge, you have a new policy. new. Yes. It's a new rule. Yes. Okay. Because Sir, papirmahin niyo na kasi. Tama siguro. last time also I get, but nothing like this. That's why. നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് പോലെ തന്നെ ഉണ്ടെന്ന് നോക്കിയേ. അല്ലേ, പോസ്റ്റ് ഓഫീസ്. Yes, sir. Yes. Sign? Okay. Thank you, sir. 12 pesos നമ്മളിവിടെ അടയ്ക്കേണ്ടി വന്നു. എന്തിനാണെന്നുള്ളത് ചോദിച്ചപ്പോൾ പുതിയ റൂളാന്നാണ് പറഞ്ഞത്. എന്താണ് വാറ്റബിൾ സെയിൽ എന്ന് പറഞ്ഞിട്ടാണ് 100 രൂപ. പിന്നെ വാറ്റ് സീറോ റേറ്റ്, വാറ്റ് എമൗണ്ട്, ടോട്ടൽ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 112 pesos നമ്മളതിൽ നിന്ന് വാങ്ങിച്ചു. ഹായ്, where you going? Buy ice. Buy ice. Not here in the market? Okay. Parcel from India. Thank you. നമ്മളൊരു പരിചയക്കാരനാണ്. ആള് ഫിഷ് മാർക്കറ്റിലുള്ളതാണ്, നമ്മുടെ ഷോപ്പിന്റെ തൊട്ടപ്പുറത്തേനുള്ള ആളാണ്. ഇത് കണ്ട, ഇത് ഫുള്ള് കണിക്കൊന്നയാണ്. ഒരു കണിക്കൊന്ന
അവിടെ ഒരു കണിക്കൊന്ന അല്ല അത് തെറ്റിപ്പോയി. ഇവിടെ ഫുള്ള് കണിക്കൊന്ന, ഇവിടെയൊക്കെ കണിക്കൊന്ന. ഇവിടെ ഈ കാണുന്നതും ആ കാണുന്നതൊക്കെ കണിക്കൊന്ന. ഞാൻ ഒരു പ്രാവശ്യം വിഷുവിൻ്റെ സമയത്ത് തന്നെ കേട്ടോ ഇവിടെയും കായ്ക്കുകയും പൂക്കുകയൊക്കെ ചെയ്യും. ഞാൻ കണ്ടിട്ട് ഞെട്ടി. അപ്പൊ ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഫിലിപ്പീൻസിലേക്ക് പാർസൽ അയച്ചാൽ കൈയും വീശി വരണ്ട, ഒരു 100 രൂപയൊക്കെ എടുത്ത് കൈ പിടിച്ചോ, അല്ലെങ്കിൽ സാധനം കിട്ടൂല.